മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഒരുപക്ഷെ എൻ്റെ പടത്തിൽ വന്നില്ലായിരുന്നെങ്കിലും നടനാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത്രയ്ക്ക് അദ്ദേഹം ഈ രംഗത്ത് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷേ മേള പോലെയും യവനിക പോലെയും ആദ്യകാലങ്ങളിൽ ഇത്തരം നല്ല സിനിമകളിൽ അഭിനയിക്കാൻ ഉണ്ടായത് അത് ഞങ്ങളുടെ ഒരു കണ്ടുമുട്ടൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞൊരു നിമിത്തം പോലെയാണത്. അപ്പോൾ ഒരുപക്ഷെ മമ്മൂട്ടി ഇല്ലെങ്കിലും ഞാൻ ഡയറക്ടറാകും, ഞാനില്ലെങ്കിലും മമ്മൂട്ടി നടനാകും. അതൊരു പ്രത്യേക. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ഞങ്ങളൊരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം മമ്മൂട്ടി മലയാളത്തിലെ വളരെ പ്രത്യേകതയുള്ള ഉന്നതനായ നടനായി 3 പ്രാവശ്യം നാഷണൽ അവാർഡ് വാങ്ങി. അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ ഒരു ചെറിയ പങ്കാളിത്തം ഞങ്ങൾ തമ്മിലുണ്ട്. ആ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ സഫലീകരിക്കുകയും ആദ്യമേ മമ്മൂട്ടിയെ കാണുന്ന കാലം മുതലേ എനിക്കറിയാം. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇച്ഛാശക്തിയുള്ള മനുഷ്യനാണ്. തൻ്റെ ജീവിതം പ്ലാൻ ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ഇത്രയും പ്രായമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് അതെന്ന് പറയുന്നത് അതിനകത്ത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം സക്സസ് ആകുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. പുള്ളിയുടെ അടുത്ത് പറയും, പുള്ളിയുടെ ചെറുപ്പത്തിനെ പറ്റിയിട്ട് ആൾക്കാർ ചോദിക്കും. അപ്പോൾ എന്താണ് ഇങ്ങനെ ചെറുപ്പമായിട്ട് എന്നും ഒരേപോലെ ഇരിക്കുന്നത്? പുള്ളി പറയും, അത് വേണം എന്ന് വിചാരിക്കുന്നത് വേണ്ടാന്ന് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ബിരിയാണി കഴിക്കണം എന്ന ആഗ്രഹം, അത് വേണ്ടാന്ന് വെച്ചാൽ പോരെ. മദ്യപിക്കണമെന്ന ആഗ്രഹം വേണ്ടാന്ന് വെച്ചാൽ പോരെ. വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പിന്നെ വേറൊരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷേ ഇഷ്ടമുള്ള അത്ര കഴിക്കരുത്. ഇതൊക്കെ കുഞ്ഞിനി മാഷ കവിത പോലെയാണ്. വേണമെങ്കിൽ ഒരു കോമാളി വേഷം എന്ന് തോന്നാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ നമിച്ചേ പറ്റും. തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടി അന്ന് അദ്ദേഹത്തിൻ്റെ താരമൂല്യം വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. അപ്പോൾ അത് തിരിച്ചറിയുന്നു, എനിക്ക് വ്യത്യസ്തമായൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ്. നമുക്കായിട്ട് ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപേ അറിയാം. അപ്പോൾ ഞാനും ലാലും ഒക്കെ കഥയുമായിട്ട് നടക്കുന്ന കാലം മുതലേ അറിയാം. അപ്പോൾ നമുക്ക് എറണാകുളത്തുകാരനാണ്, ലോ കോളേജിലൊക്കെ പഠിക്കുന്നത്, ഞങ്ങൾ മഹാരാജസിലും സെൻറ്റ് പോൾസിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ അറിയാം. നമുക്ക് സ്റ്റാർ ആയതിനു ശേഷം അറിയാം. നമുക്കൊക്കെ ഞങ്ങളോടൊരു വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട്, ഒരു ശകാരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പിന്നെ സ്നേഹത്തോടെയുള്ള ശകാരം, അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ അടുപ്പമുള്ള ഒരാളാണ് മമ്മൂക്ക. ഞങ്ങളുടെ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ പരിപാടിയുടെ വലിയ ഫാനായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ എൻ്റെ ഉദ്ഘാടന പരിപാടി വെക്കുമ്പോൾ മമ്മൂക്ക ഉണ്ടായിരുന്നു, ശ്രീനിവാസനുണ്ടായിരുന്നു. പക്ഷെ അന്ന് മമ്മൂട്ടിനെ ആർക്കും അറിയില്ല, ശ്രീനിവാസനെ അറിയുള്ളൂ. ഇവർ രണ്ടുപേരും കൂടി സ്റ്റേജിൽ വരെയൊക്കെ ചെയ്തു. മമ്മൂട്ടി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക. പക്ഷെ അന്ന് എൻ്റെ വീട്ടിലാർ ചോദിച്ചാൽ ശ്രീനിവാസൻ്റെ കൂടെ വന്ന മറ്റാളാരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അപ്പോൾ അന്ന് മുതൽ നമുക്ക് ഈ പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കാണാനായിട്ട് എനിക്ക് തോന്നുന്നു 10-12 പ്രാവശ്യം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ആലപ്പുഴയിൽ പ്രോഗ്രാം കാണാൻ വരികയും അവിടെ വെച്ചിട്ട് പുള്ളി നിർബന്ധിച്ച് ഫാസിൽ സാറിനെ വിളിച്ചുകൊണ്ടുവന്നു. നിങ്ങൾ പഴയ മിമിക്രിക്കാരനല്ലേ, ഈ പരിപാടി കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫാസിൽ സാറിനെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്ത് അങ്ങനെയാണ് അവർ